ഡോക്ടർ മാർ അപ്രേം അന്തരിച്ചു. എൻ്റെ ആത്മാവാണ് സഹായകൻ എന്ന ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഈ തിരുമേനിയുടെ അടുത്ത് ചെന്ന് അവതാരിക എഴുതി തരുമോ എന്ന് ചോദിച്ചു. ഒരു ഫാദർ വിളിച്ചു പറഞ്ഞിരുന്നു. ചെന്നപ്പോൾ അവതാരിക എഴുതി എനിക്ക് തരാനായി കാത്തിരിക്കുകയായിരുന്നു. നന്ദിയുണ്ട്. സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ. നിത്യശാന്തി നൽകണമേ ദൈവമേ. അവസാന കാലം എല്ലാ സഭകളുടെയും ഐക്യം പ്രതീക്ഷിക്കുന്ന കർത്താവ് കർത്താവിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കാനായി എല്ലാ സഭകളെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആത്മാവാണൻ സഹായകൻ ബുക്കിൽ എനിക്ക് എഴുതി തന്ന മുഖവുര അപ്രേം തിരുമേനി, മാർ അപ്രേം തിരുമേനി. രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന പുസ്തകം രചിച്ച മിസ്സിസ് ഓമന വർഗീസ് എഴുതിയ ആത്മാവാണൻ സഹായകൻ എന്ന പുതിയ പുസ്തകം ഞാൻ വായിച്ചു. ആത്മകഥ പോലെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ വായനക്കാർക്ക് പ്രയോജനമാകും വിധത്തിൽ കോർത്തിണക്കിയ ഈ പുസ്തകം പലർക്കും പ്രയോജനമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാഹിത്യകാരിയോ ബിരുദധാരണിയോ അല്ലാത്ത ഈ നാടൻ വീട്ടമ്മ തൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ശൈലിയിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. തൻ്റെ അവസരങ്ങളും കഴിവുകളും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിൽ താൻ സന്തോഷിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഗ്രന്ഥം. ക്രൈസ്തവ വിശ്വാസികൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ശ്രീമതി ഓമന വർഗീസിൻ്റെ ആദ്യത്തെ പുസ്തകം രാജാവായിരുന്നിട്ടും പാവം ഈശോ എന്ന പുസ്തകം 5000 കോപ്പികൾ വിറ്റ് കിട്ടിയ പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതുന്നതിൻ്റെ ലക്ഷ്യം പണം സമ്പാദന മാർഗമല്ല എന്ന് മനുഷ്യ നന്മയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പുസ്തകം എഴുതുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓമന വർഗീസ് പുസ്തകം എഴുതുന്നത് പണമുണ്ടാക്കുവാനോ പ്രശസ്തി ആർജിക്കുവാനോ അല്ല എന്ന് ഓർക്കണം. മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തൻ്റെ കയ്യിൽ ആശയങ്ങളുണ്ടെന്ന് തോന്നുമ്പോൾ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് പുസ്തക രചനയിൽ മുന്നോട്ട് പോവുകയാണ് ഈ സഹോദരി. വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദശാംശം കൊടുക്കുക മുതലായ നല്ല നിയമങ്ങൾ പലരും പാലിക്കാറില്ല. എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന നല്ല തത്വം
തന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കുക മാത്രമല്ല ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തത് മറ്റുള്ളവർക്ക് ഇപ്രകാരം ചെയ്യുവാൻ പ്രചോദനമായിത്തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആത്മാവാണൻ സഹായകൻ എന്ന ഈ ഗ്രന്ഥം അനവധി പേർ വായിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശിക്കുന്നു. കർത്താവിൽ നിങ്ങളുടെ മാർ അപ്രേം മെത്രോപൊലീത്ത. 16/11/2009. എൻ്റെ ആത്മാവാണൻ സഹായകൻ എന്ന ബുക്കിനു വേണ്ടിയാണ് അപ്രേം തിരുമേനി എനിക്ക് മുഖവുര ആയി എഴുതി തന്നത്. എൻ്റെ അങ്കിളിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ പുസ്തകവും ഞാൻ സമർപ്പിച്ചതും ഇത് വിറ്റ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതും പൈസ.